نور على نور. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും നോമ്പും അതിലുള്ള ഇബാദത്തും അതിന്റെ ന്യൂനതകളൊക്കെ പരിഹരിച്ച് നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് കൂടിയത് ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ്. പരസ്പരമുള്ള ഉപദേശം മുഅ്മിനീങ്ങളുടെ ഹക്കാണ്, ബാധ്യതയാണ് എന്ന നിലയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നാളെ ആഖിറത്തിൽ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവന് ഇഷ്ടപ്പെട്ട അടിമകളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമ്മൾ പഠിപ്പിച്ചു, ഇദാ അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ ഒരു തെറ്റ് ചെയ്താൽ, ഒരു വേണ്ടാധീനം ചെയ്താൽ, ഒരു കൃത്യക്കേട് കാണിച്ചാൽ, നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ സുഖില ഖൽബുഹു, ഇവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ആ തെറ്റ് ഒഴിവാക്കിയാൽ, ആ ഹറാം ഒഴിവാക്കിയാൽ, സുഖില ഖൽബുഹു, ആ കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധമാക്കപ്പെടും. അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ കറുത്ത പുള്ളി നീക്കപ്പെടും. വഇൻ സീദ, തൗബ ചെയ്തില്ല, ഇസ്തിഗ്ഫാർ ചെയ്തില്ല, വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിൽ ആ തെറ്റ് ആവർത്തിച്ചാൽ, ആ ഹറാം ആവർത്തിച്ചാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കറുത്ത പുള്ളിയും അവന്റെ ഹൃദയത്തിൽ അധികരിക്കും. അവസാനം ഹത്താ യഅലു ഖൽബഹു, ആ കറുത്ത പുള്ളി അവന്റെ ഹൃദയം മൂടും. പിന്നെ അവന്റെ ഹൃദയം ഒരു കറുത്ത മാംസപിണ്ഡമായിട്ട് മാറും. ആ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിയാൽ പിന്നെ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ അവനെ കൊണ്ട് സാധ്യമല്ല. എത്ര ഉപദേശിച്ചാലും ആ ഉപദേശം ഉൾക്കൊള്ളാൻ അവന്റെ മനസ്സിന് കഴിയില്ല. എത്ര ഖുർആന്റെ ആയാത്തുകൾ കേട്ടാലും, ആഖിറത്തെ സംബന്ധിച്ച് കേട്ടാലും, ഹദീത്തുകൾ ഉത്ബോധിപ്പിച്ചു കൊടുത്താലും അതാ മനസ്സിന് കേറൂല. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കറുത്ത പുള്ളി അധികരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? അവന്റെ ഹൃദയം ആ കറുത്ത മാംസപിണ്ഡമായിട്ട് മാറും. ആ ഒരു അവസ്ഥയിൽ എത്തിയാൽ പിന്നെ എത്ര ഉപദേശിച്ചാലും ആ ഹൃദയത്തിന് ആ ഉപദേശം ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി, സൂറത്തുൽ മുത്തഫിഫീൻ, നമുക്ക് പരിചയമുണ്ടാവും ആയത്ത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഇതുള്ളവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു ആയത്താണത്. കല്ല, റസൂലിനോട് പറയാണ്, കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം, അല്ല പ്രവാചകരെ, നിങ്ങൾ അവർക്ക് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ടും വളരെ നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ ഉപദേശിച്ചു കൊടുത്തിട്ടും അവർക്ക് കാര്യങ്ങൾ തിരിയാത്തത് നിങ്ങളുടെ കഴിവുകളുണ്ടല്ല, നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാവായിട്ടുമല്ല, മറിച്ച് എന്താണ്? ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്റെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക് സീല് വെച്ചിരിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ്. നമ്മള് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഹറാമ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്തത്, കാണാൻ പാടില്ലാത്തത് ഒന്ന് നമ്മൾ ചെയ്താൽ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും. നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിനൊരു പ്രയാസം ഉണ്ടാവും. ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തല്ലോ, റബ്ബ് നിരോധിച്ച ഒരു കാര്യം ഞാൻ ചെയ്തല്ലോ എന്നൊരു പ്രയാസം മനസ്സിനുണ്ടാവും.
പക്ഷെ വീണ്ടും വീണ്ടും ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചാൽ ആ പ്രയാസം നീങ്ങും. പിന്നെ ആ പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ആ തെറ്റ് അവന്റെ ജീവിതത്തിന്റെ ശീലമായിട്ട് മാറും. അവൻ ഒഴിവാക്കാൻ കഴിയാത്ത ശീലമായിട്ട് മാറും. ആ അവസ്ഥയാണ് അല്ലാഹു ഈ പറഞ്ഞത്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവൻ ചെയ്തതിന്റെ ഫലമായിട്ട് അവന്റെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സീല് വെക്കും. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു അവസ്ഥ അത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ. ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ എന്താണ്? വീണ്ടും വീണ്ടും അവന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടും. അതിന് ഒഴിവാക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ ഭാഗത്തുള്ള വലിയ ശിക്ഷയാണ്. തൗബക്ക് തൗഫീഖ് നൽകപ്പെടാത്തൊരവസ്ഥ. അല്ലാഹു കാക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തൗബയാണ്. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനത്തെ കുറെ പ്രയാസങ്ങൾ ഉൾപ്പെട്ട ആൾക്കാരുണ്ടാവും. ജീവിതത്തിൽ തുടർന്നു പോകുന്ന ഏതെങ്കിലും ഹറാമ്, എപ്പോഴെങ്കിലും ചെയ്ത് കുടുങ്ങിപ്പോയ ഹറാമുകൾ, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം പ്രിയമുള്ളവരെ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് തെറ്റ് തിരുത്താനും അള്ളാഹുവിലേക്ക് അടുക്കാനും, നല്ലൊരു അടിമയായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു ഒരു അവസരം അള്ളാഹു അടിമകൾക്ക് നൽകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ് റമദാൻ. റമദാനുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിലെ മിമ്പറിൽ കയറുന്ന സമയം റസൂൽ ഒച്ചത്തിൽ ആമീൻ പറഞ്ഞു. 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു. ഖുതുബ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ പതിവിന് വിപരീതമായിട്ട് ആമീൻ പറഞ്ഞ ഒച്ചത്തിൽ എന്തിനാണ് അത് അങ്ങനെ ആമീൻ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിലേക്ക് കയറുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് 3 ദുആ ചെയ്തു. എന്നോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു. അതിലൊരു ദുആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സലാത്ത് പറയാത്തവൻ എന്നാൽ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും വിദൂരമായി പോകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. ഞാൻ ആമീൻ പറഞ്ഞു. രണ്ടാമത്തത്, മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ കെട്ടിയിട്ട് അവർക്ക് സേവനങ്ങൾ ചെയ്ത്, അവർക്ക് നന്മകൾ ചെയ്ത് അവരിലൂടെ സ്വർഗ്ഗം നേടിയെടുക്കാൻ കഴിയാത്ത നിർഭാഗ്യവാൻ, അവനും അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമായി പോട്ടെ എന്ന് ദുആ ചെയ്തു. ആ ദുആക്ക് ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമത്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നിട്ട് ദുആ ചെയ്തത്, ഒരാളുടെ ജീവിതത്തിൽ റമദാൻ ലഭിക്കുകയും അവന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെടാത്ത അവസ്ഥയിൽ ആ റമദാൻ കഴിഞ്ഞു പോവുകയും ചെയ്താൽ അവനും നാളെ ആഖിറത്തിൽ അള്ളാന്റെ റഹ്മത്തിൽ നിന്നും വിദൂരമായി പോകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. എന്നോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു. ഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് അത്രയും ദേഷ്യം എന്തുകൊണ്ടാണ്? റമദാൻ ലഭിച്ചിട്ട് അവന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെടാത്ത അവസ്ഥയിൽ റമദാൻ കഴിഞ്ഞിട്ട് അള്ളാഹു ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ട്? കാരണം അള്ളാഹു നൽകിയ അവസരം ഉപയോഗപ്പെടുത്താത്ത ദേഷ്യമാണ്. അള്ളാഹു നമുക്ക് മാറാനും നന്നാകാനും ഒരു അവസരം നൽകിയിട്ട് ആ അവസരം ഉപയോഗപ്പെടുത്താത്തതിന്റെ കോപമാണ്, ദേഷ്യമാണ് ആ ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെയുള്ളവരെ ഉപയോഗപ്പെടുത്തുക, റമദാൻ ഉപയോഗപ്പെടുത്തുക. തൗബ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലായിട്ട് തന്നിട്ടുണ്ട് ഈ ഉമ്മത്തിന്. മുൻകാല സമുദായത്തിന് തൗബ എന്നാല് അവര് സ്വന്തം ശരീരത്തെ കൊന്നിട്ടാണ് തൗബ ചെയ്യുക. അതാണ് അവരുടെ തൗബ. പക്ഷെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വലിയ എളുപ്പമാക്കി തന്നു. തൗബ എന്നുള്ളത് അള്ളാഹുലേക്ക് കേറിച്ച് മടങ്ങുക. നമ്മൾ വിചാരിക്കണ്ട എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു പരസ്പരം നമുക്കിപ്പം പറയാൻ പറ്റാത്ത രീതിയിൽ എന്റെ സ്വകാര്യ ജീവിതത്തിൽ, എന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. വളരെ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. വളരെ മോശമായ കുരുത്തക്കേടുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് നന്നാകാൻ കഴിയില്ല. അള്ളാഹു എന്നെ ഇഷ്ടപ്പെടൂല, അള്ളാഹു എന്നെ സ്നേഹിക്കൂല എന്നൊരു ചിന്ത പ്രിയമുള്ളവരെ മനസ്സിലുണ്ടെങ്കിൽ അത് ശൈത്താന്റെ ഭാഗത്തുള്ള ചിന്തയാണ്. പിശാച് ആ ചിന്ത മനുഷ്യർക്ക് തരും, അള്ളാഹു സ്വീകരിക്കും. എത്ര വലിയ കൊടും ബാധകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മള് ഇത്രയും വേണ്ടാധീനങ്ങൾ ചെയ്തു, കുരുത്തക്കേടുകൾ ചെയ്തു, വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. അതൊക്കെ ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു കണ്ട്, അള്ളാഹു അറിഞ്ഞ്, എന്നിട്ടും നമ്മൾ ഇങ്ങനെ ആരോഗ്യത്തോടെ, നല്ല ഇസ്സത്തോടെ, അഭിമാനത്തോടെ ഇങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ
ആ റബ്ബ് നമ്മോട് എത്ര കരുണ കാണിച്ചിട്ടുണ്ടാവും. ഇത്രയും വലിയ കുരുത്തക്കേട് ചെയ്തിട്ട് അള്ളാഹു ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ സുഖസന്തോഷത്തോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി ഇസ്സത്തോടെ അഭിമാനത്തോടെ മറ്റുള്ളവർക്ക് മുമ്പിൽ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ റബ്ബ് നമ്മളോട് എത്രയോ കരുണ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ അറിഞ്ഞാൽ നമ്മളെ മാറ്റി നിർത്തും, അകറ്റി നിർത്തും. നമ്മളെ മാതാപിതാക്കൾ അറിഞ്ഞാൽ നമ്മളെ മാറ്റി നിർത്തും. നമ്മുടെ സഹോദരന്മാര്, നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ നമ്മളെ മാറ്റി നിർത്തും. വൃത്തികെട്ടവനാണ്, അവനെ കൂട്ടത്തിൽ പറ്റൂല, അവനെ കുടുംബത്തിൽ പറ്റൂല, അവനെ വീട്ടിൽ കയറ്റാൻ പറ്റുന്ന മാതാപിതാക്കളും കുടുംബക്കാരും സഹോദരന്മാരും നാട്ടുകാരൊക്കെ മാറ്റി നിർത്തും. പക്ഷെ ഇതൊക്കെ അറിയുന്ന റബ്ബ് നമ്മൾ ഇതുവരെ മാറ്റി നിർത്തിയിട്ടില്ല. അതാണ് റബ്ബിന്റെ സ്നേഹം, റബ്ബിന്റെ കരുണ. അതാണ് നമ്മള് ഇത്രയും തെറ്റ് ചെയ്ത്, ഹറാമുകൾ ചെയ്ത്, തോന്നിവാസങ്ങൾ ചെയ്ത് എന്നിട്ട് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അറിയേണ്ടത്, നമ്മൾ ആ സമയത്ത് ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ റബ്ബിന് നമ്മളോടുണ്ടാകുന്ന സ്നേഹവും അള്ളാഹു പ്രകടിപ്പിക്കുന്ന സന്തോഷവും, സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഒരു ഉദാഹരണത്തിലൂടെ ആ സന്തോഷം നമുക്ക് പറഞ്ഞു തന്നു. കേട്ടോ ഹദീസ്? റസൂൽ പറയാണ്, ലല്ലാഹു അശദ്ദു ഫർഹം ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. നിങ്ങളിൽ ഒരാൾ, നമ്മൾ പാപികളായ തെറ്റ് മുഴുവനും ചെയ്ത് ഓരോ ദിവസവും അള്ളാഹിനോട് ധിക്കാരം കാണിച്ച റസൂലിന്റെ സുന്നത്തുകൾ ഒഴിവാക്കി ജീവിക്കുന്ന നമ്മളോട് പറയുന്ന റസൂൽ, നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ, ഖേദിച്ച് അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ, ഇനി ഞാൻ നന്നാകും, ഇനി എന്റെ ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ടാകൂല എന്ന് പറഞ്ഞ് തിരിച്ച് നല്ല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ, അല്ലാഹു അശദ്ദു ഫർഹം ബിതൗബതി അബ്ദിഹി, നിങ്ങളുടെ ആ തൗബയിൽ, നിങ്ങളുടെ ആ ഖേദ പ്രകടനത്തിൽ, നിങ്ങൾ ഖേദിച്ച് മടങ്ങുന്ന ആ മടക്കത്തിൽ സന്തോഷിക്കുക. അള്ളാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവൻ അള്ളാഹുവാണ്. ആ സന്തോഷത്തെ റസൂൽ വിശദീകരിച്ചു. മിൻ അഹദികും കാന ബിഅർദി ഫലാത്തിൻ ഫൻഫലതത് മിൻഹു വഅലൈഹാ തഅമുഹു ശറാബുഹു. അവൻ ഒരു വിജനമായ പ്രദേശത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. അവന്റെ കുതിരപ്പുറത്ത്, വാഹനപ്പുറത്ത്. വാഹനം എന്ന് പറഞ്ഞ കുതിര എന്ന് പറഞ്ഞില്ല. ആ വാഹനം കഴുതയായാലും ഒട്ടകമായാലും കുതിരയായാലും മറ്റേത് വാഹനമായാലും ആ വാഹനപ്പുറത്ത് അവൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അതിനിടയിൽ വിശ്രമിക്കാനിരുന്നു. ആ വിശ്രമത്തിനിടയിൽ അവന്റെ വാഹനം അവന് നഷ്ടപ്പെട്ടു. വല്ലാതെ നിരാശനായി. കാരണം ഇനി കുടുംബത്തിലേക്ക് തിരിച്ചുള്ള പോക്ക് അവന് അസാധ്യമാണ്, ഒരിക്കലും നടക്കൂല. നാട്ടുകാരിലേക്കോ കുടുംബക്കാരിലേക്കോ തിരിച്ചു ചെല്ലുക എന്നുള്ളത് വാഹനമില്ലാതെ നടക്കൂല. ആ വാഹനപ്പുറത്താണ് അവന്റെ വെള്ളവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ ആ വാഹനപ്പുറത്താണ്. വല്ലാതെ നിരാശനായി അവൻ വല്ലാതെ നിരാശനായിട്ട് ഒരു മരച്ചുവട്ടിലേക്ക് വന്നു. പ്രിയമുള്ളവർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഒരു മരച്ചുവട്ടിലേക്ക് വന്ന് അവിടെ കിടന്നു. മരണത്തെ മുന്നിൽ കണ്ടാണ് കിടക്കുന്നത്. മരണമില്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ കിടക്കുന്നതിന് പെട്ടെന്ന് അവന്റെ വാഹനം വന്ന് അവന്റെ അടുത്തിൽ നിന്നു. വലിയ അറിയാതെ സന്തോഷത്തോടെ ചാടി എഴുന്നിട്ട് അതിന്റെ കടിഞ്ഞാൻ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ അടിമ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക. അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. ഫഅഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫർഹ്. സന്തോഷത്തിന്റെ ആധിക്യം കാരണം ആ അടിമക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നശിച്ചുപോയി, ഇല്ലാതായി, ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു മടക്കമില്ല എന്നുള്ള രീതിയിലാണ് ആ മനുഷ്യന്റെ ജീവിതം തിരിച്ചു കിട്ടുന്നത്. അപ്പോഴാ വ്യക്തിക്ക് ഉണ്ടാകുന്ന സന്തോഷം റസൂൽ പറഞ്ഞു, ഇതിനേക്കാൾ നമ്മുടെ റബ്ബ് സന്തോഷിക്കുന്ന സമയമാണ് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കലും കഴിഞ്ഞു പോയ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെടരുത്. എനിക്ക് മടക്കമില്ല, ഇന്ന് അള്ളാഹു സ്വീകരിക്കൂല, അത് ചിന്തയെ വേണ്ട. കാരണം അള്ളാഹു ഇതെല്ലാം അറിയുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ആ തെറ്റുകളൊക്കെ ചെയ്തിട്ടും ഇത്ര അഭിമാനത്തോടെ, ഇസ്സത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ റബ്ബ് നമ്മളോട് കാണിക്കുന്ന സ്നേഹമല്ലേ അത്? നമ്മൾ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരറിഞ്ഞ, വീട്ടുകാരറിഞ്ഞ വീട്ടിൽ നിന്ന് പുറത്താക്കും. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്യൂല. പറയുന്നത് അള്ളാഹു സ്വീകരിക്കും, അടിമകൾ അള്ളാഹു സ്വീകരിക്കും. ഒരു ചരിത്രം ഞാൻ സൂചിപ്പിച്ചാൽ, വഹ്ശി റളിയല്ലാഹു അൻഹു, അറിയാം, ഹംസത്തുൽ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ കടാര കൊണ്ട് കുത്തി വീഴ്ത്തിയ സഹാബി ആളാണ്. ഉഹദ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി സങ്കടപ്പെട്ടു. വല്ലാത്ത പ്രയാസമായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്. മക്കം ഫത്തഹിന്റെ അന്ന്, ഹിജ്റ 10-ാം വർഷം മക്കം ഫത്തഹ്, മക്ക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചടക്കി രാജാവായിട്ട് മക്കയിലേക്ക് വരികയാണ്. എന്നിട്ട് 10 ആൾക്കാരുടെ പേരെടുത്ത് വന്നാൽ, ഇന്ന ആൾക്കാരെ കണ്ടാൽ നിങ്ങൾ കൊല്ലണം. സഹാബാക്കൾക്ക് ഉത്തരവിട്ട് കൊടുത്തു. അവരെ ഹറമിലാണെങ്കിലും പുറത്താണെങ്കിലും ശരി, നിങ്ങൾ അവരെ കൊല്ലണം, വിടാൻ പാടില്ല. അതിലൊരാള് വഹ്ശിയായിരുന്നു.
വിവരം വഹ്ശിക്ക് കിട്ടി. റസൂൽ കൊല്ലാൻ വിളംബരം ചെയ്തിട്ടുണ്ട്. സഹാബാക്കൾ എവിടെ കണ്ടാലും കൊല്ലും. ഒരാൾ ഒരു ദയനീയതയും കാണിക്കൂല, ഒരു കരുണയും ഒരാളും കാണിക്കൂല. കാരണം അല്ലാതെ റസൂൽ എന്താണോ പറയുന്നത് അത് സഹാബാക്കൾ ചെയ്തിരിക്കും. വഹ്ശി നാട് വിട്ടു, ത്വായിഫിലേക്ക് നാട് വിട്ടു. ത്വായിഫിൽ എത്തുമ്പോഴുണ്ട് ത്വായിഫിൽ ഒരു കൂട്ടം ആൾക്കാർ തിരിച്ച് മക്കത്തേക്ക് മുസ്ലിമായിട്ട് വരുന്നു. വഹ്ശി ചിന്തിച്ചു, ഇവിടെ നിൽക്കാൻ കഴിയില്ല, എന്ത് ചെയ്യാ, അവിടുന്ന് യമനിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പൊ ഒരാൾ ഒന്ന് പറഞ്ഞു, മുഹമ്മദിനെ ചെന്ന് കാണും. മുഹമ്മദ് എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നുണ്ട്, എല്ലാരെയും സ്വീകരിക്കുന്നുണ്ട്, ആരെയും തള്ളിക്കളയുന്നില്ല. വഹ്ശി ഒരു എഴുത്ത് കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ് ഹൽ തജിദു ലീ മിൻ റുഖ്സ, അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് എന്തെങ്കിലും ഇളവ് താങ്കൾ കാണുന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, ഇല്ലാന്ന് പറഞ്ഞു, ഒരിളവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. അള്ളാന്റെ അടിമയാണ് നമ്മൾ, അള്ളാന്റെ അടിമയാണ്, നമുക്ക് അള്ളാഹ് മതി. അള്ളാഹു ഇടപെട്ടു. വഹ്ശിയെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. വഹ്ശി വന്നു. മുഖമൊക്കെ ഇങ്ങനെ തുണിയിട്ട് മൂടിയിട്ടാണ് വരുന്നത്. കാരണം മക്കയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സഹാബാക്കൾ കണ്ടാൽ തല വെട്ടൽ ഉറപ്പാണ്. അപ്പൊ സഹാബാക്കൾ കാണാതെ റസൂലിന്റെ സന്നിധിയിലെത്തി മുഖം നീക്കി. റസൂൽ ചോദിച്ചു, നീ വഹ്ശിയാണോ? അതെ അള്ളാന്റെ റസൂൽ, ഞാൻ വഹ്ശിയാണ്. ചോദിച്ചു, നീ എന്റെ ഹംസയെ എങ്ങനെ കൊന്നത്? അശ്വറു വിശദീകരിച്ചു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സങ്കടപ്പെട്ടിട്ട് റസൂൽ പറഞ്ഞു, വഹ്ശി നീ എന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, നീ എന്റെ പിറകിൽ നിൽക്കണം. കാരണം എനിക്ക് നിന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരും. റസൂൽ പറഞ്ഞു, ഞാൻ മുസ്ലിമായ എന്ന് മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ റസൂലിന്റെ മുമ്പിൽ ഞാൻ നിന്നിട്ടില്ല. എല്ലാ സഹാബാക്കളും മുമ്പിലായിരിക്കും, പക്ഷെ ഞാൻ ബേക്കിലായിരിക്കും. ആ സംഭാഷണത്തിനിടയിൽ വഹ്ശി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് മാപ്പുണ്ടോ? കാരണം കുറെ തെറ്റുകൾ പറഞ്ഞിട്ട് തെറ്റുകളൊക്കെ ചെയ്ത ആൾക്കാര് അസാമെന്നല്ലെന്ന് പറഞ്ഞത്, നാളെ ആഖിറത്തിൽ ഭയങ്കര കഠിനമായ ശിക്ഷ അഭിമുഖീകരിക്കുന്നല്ലെന്ന് പറഞ്ഞത്. ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് മാപ്പുണ്ടോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ഈ ആയത്ത് നോക്കിയാൽ ഇല്ലാ മൻ താബ, തൗബ ചെയ്തവർ ഒഴികെ, വആമന വിശ്വസിക്കുകയും, വഅമില അമലൻ സാലിഹ സൽക്കർമ്മങ്ങൾ ചെയ്തവരും ഒഴികെ അവർക്ക് എന്തില്ല, നാളെ ആഖിറത്തിൽ ഒരു കൂടി ഉണ്ടാവും, ഒരു ശിക്ഷ നാളെ ആഖിറത്തിൽ ഉണ്ടാകും. അത് മാത്രമല്ല ഫൗലൈക, അക്കൂട്ടൽ ചെയ്ത തെറ്റിൽ നിന്നും തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവർ, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കിയിട്ട് മാറ്റിയത്. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ തൗബ ചെയ്താൽ അല്ലാഹു നന്മകളാക്കിയിട്ട് മാറ്റിയത്. ഇത് പ്രിയമുള്ളവർ, ഒരിക്കലും നമ്മൾ നിരാശരാകരുത്. നമ്മള് എന്തൊക്കെയോ ചെയ്തു, ഇതിനൊക്കെ മടക്കമില്ല, നല്ല ജീവിതം എനിക്കില്ല, നാട്ടുകാർ ഒഴിവാക്കി, വീട്ടുകാർ ഒഴിവാക്കി, ഇനി മരണം വരെ അങ്ങ് ഈ ജീവിതം തുടരാം എന്നൊരു ചിന്ത പിശാചിന്റെ ഭാഗത്തുള്ള ചിന്തയാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും ഒരിക്കലും നിരാശരാകരുത്. ഈ ആയത്തിറങ്ങിയപ്പോ വഹ്ശി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് അങ്ങോട്ട് അമൽ സാലിഹാത്തുകൾ ചെയ്യുകയോ ഒന്നും ഉറപ്പില്ല, എനിക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല. അപ്പം ഒരു ആശങ്ക പ്രകടിപ്പിച്ചു. അപ്പോഴാണ് രണ്ടാമത്തെ ആയത്ത് ഇറങ്ങുന്നത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും മാപ്പാക്കും, ശിർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം അല്ലാഹു മാപ്പാക്കും. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ വഹ്ശി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പാക്കിയത് എനിക്ക് എങ്ങനെ മനസ്സിലാകാനാണ്? എനിക്കല്ല മാപ്പാക്കുന്നതാണ്, ഇത്രയും കൊടും ക്രൂരതയാണ് ചെയ്തത്, എനിക്ക് റബ്ബ് മാപ്പാക്കിയിട്ടുണ്ട്, എങ്ങനെ എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? മൂന്നാമത്തെ ആയത്തിറങ്ങി. ഇവിടെയുള്ളവരെ ആ ആയത്ത് നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ കോർത്ത് വെക്കേണ്ട ആയത്തുകൾ. പ്രവാചകൻ അങ്ങ് പറഞ്ഞു, അള്ളാഹോട് അള്ള കൽപ്പിക്കണം, അള്ളാഹ് റസൂലിനോട് അള്ളാഹിനെ പരിചയപ്പെടുത്താൻ, നമ്മുടെ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരത്തോട് അക്രമങ്ങൾ കാണിച്ച, ദുൽമ കാണിച്ച, കുരുത്തക്കേടുകൾ ചെയ്ത എന്റെ അടിമകൾക്ക് താങ്കൾ എന്നെ പരിചയപ്പെടുത്തിക്കൊള്ളു. ആർക്ക്? നമുക്ക്. ജീവിതത്തിൽ എല്ലാ തോന്നിവാസങ്ങളും ഹറാമുകളും ചെയ്ത് എല്ലാ കുരുത്തക്കേടുകളും ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുന്നവരെയും ആ റബ്ബ് നമ്മൾ പറയാണ്, നമ്മളെപ്പോലത്തെ അടിമകൾക്ക് പ്രവാചകരെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഞാൻ ആരാണെന്ന് എന്റെ അടിമകൾക്ക് എന്നെ ശരിക്കും അറിയില്ല, ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ പറഞ്ഞ റഹ്മത്തില്ല, നിങ്ങൾ ഒരിക്കലും അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും മാപ്പാക്കുന്നവനാണ്, എല്ലാം മാപ്പാക്കുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും
എത്ര കൊടും ക്രൂരത സംഭവിച്ചാൽ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളോട് വെറുപ്പ് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ ഒരിക്കലും അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകരുത്. ഇത്രയും റഹ്മത്തുള്ളവനാണ് അള്ളാഹിന്റെ റഹ്മത്ത്. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കുറച്ച് യുദ്ധത്തിൽ പിടിച്ച തടവ് പുള്ളികളെ കൊണ്ടുവന്നു. അതിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. സഹാബത്തും റസൂലും നോക്കിയിരിക്കുക. അതിലൊരു പെണ്ണ് ആ ആൾക്കൂട്ടത്തിനിടെ എന്തോ തിരഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു. റസൂലും സഹാബാക്കളും ശ്രദ്ധിച്ചു. ആ സമയത്ത് ആ ആൾക്കൂട്ടത്തിനിടയിൽ ആ പെണ്ണിന് ചെറിയൊരു കുട്ടിയെ കിട്ടി. ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് കുട്ടിക്ക് പാലൂട്ടി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, സഹാബാക്കളെ, ആ പെണ്ണ് ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? സ്വന്തം ഉമ്മ ചെറിയ കുട്ടിയെ, ഇത്രയും സ്നേഹം കാണിക്കുന്ന കുട്ടിയെ തീയിലേക്ക് എറിയുന്ന ഒരു രംഗം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും? സഹാബാക്കൾ വല്ലാഹി യാ റസൂലല്ലാഹ്, ഇല്ല, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയമുള്ളവരെ, നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് അറിയണം. നമ്മുടെ റബ്ബ് ആരാണ് നമ്മൾ അറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ റബ്ബിനെ പരിചയപ്പെടുത്തിയതാണ്. അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. ആ പെണ്ണ് ആ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ, വാത്സല്യത്തെക്കാൾ, ഇഷ്ടത്തെക്കാൾ, കരുണയേക്കാൾ എത്രയോ മടങ്ങ് സ്നേഹവും വാത്സല്യവും കരുണയും റബ്ബ് നമ്മളോട് കാണിക്കുന്ന, അടിമകളോട് കാണിക്കുക. ആ കാരുണ്യത്തിലാണ് പ്രിയമുള്ളവർ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. എന്തൊക്കെയോ തോന്നിവാസങ്ങൾ കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തു വെച്ചു, എന്തൊക്കെയോ കുരുത്തക്കേടുകൾ ചെയ്തു. എന്നിട്ടും ഇങ്ങനെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് ആ റബ്ബിന്റെ കരുണയാണ്, ആ റഹ്മത്താണ്. ആ റഹ്മത്തിൽ നിന്നും പ്രിയമുള്ളവരെ നിങ്ങൾ നിരാശരാകും. ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലാഹു തൗബ ചെയ്യുക. ഒരു ഹദീത്തും കൂടി സൂചിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഹദീത്ത്, അള്ളാഹു പറയുന്ന ഹദീത്താണ്. യബ്ന ആദം, ആദമിന്റെ മക്കളെ, അള്ള സ്നേഹത്തോടെ, കരുണയോടെ, വാത്സല്യത്തോടെ വിളിക്കുകയാണ്. യബ്ന ആദം, ആദമിന്റെ മക്കളെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. ആദമിന്റെ മക്കളെ, നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്ന കാലത്തോളം, എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം, ഗഫർതു ലക, ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തരാം. അലാ മാ കാന ഫീക, നിങ്ങൾ എന്ത് സംഭവിച്ചാലും ഞാൻ അത് മാപ്പാക്കി തരാം. വലാ ഉബാലി, ഞാൻ ഒന്നും പ്രശ്നമാക്കുന്നില്ല, എന്തും മാപ്പാക്കി തരും, എനിക്കൊരു പ്രശ്നമല്ല. നോക്കിയ അള്ളാന്റെ റഹ്മത്ത് നോക്കിയ എത്രയോ കരുണയുള്ളവനാണ്. അള്ളാഹനെ മാത്രം പ്രതീക്ഷ, അള്ളാഹോട് മാത്രം ചോദിക്കും, പ്രതീക്ഷ. അള്ളാഹുവെ, ആര് കൈവിട്ടാലും എനിക്ക് എന്റെ റബ്ബുണ്ട്, റബ്ബൻ, എനിക്ക് നീണ്ട റബ്ബൻ, എന്റെ റബ്ബാണ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ചിന്ത എന്റെ റബ്ബ് എന്നുള്ളൊരു ചിന്തമാണ്. എന്റെ റബ്ബ് ഏതുപോലെ മൂസാ നബി അലൈഹിസ്സലാം ബനി ഇസ്രായേലിനെ കൂട്ടിയിട്ട് നാടുവിടാൻ രാത്രി, ഫിറഔന്റെ ഈജിപ്തിൽ നിന്നും നാടുവിടാണ് പലസ്തീനിലേക്ക്. രാവിലെ ആകുമ്പോഴേക്ക് ചെന്നെത്തിയത് എവിടെയാണ്? ചെങ്കടലിന്റെ തീരത്താണ്. പിറകിൽ ഫിറഔന്റെ പട്ടാളം, മുമ്പിൽ ചെങ്കടൽ. ബനി ഇസ്രായേൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ പറഞ്ഞാണ് ഇങ്ങനെ രാത്രിക്ക് ഇറങ്ങിയത്, ഒന്നുമല്ലാത്ത അവസ്ഥയിലായപ്പോൾ. മൂസാ നബി അലൈഹി ഇസ്ലാം ആ സമയത്ത് പറഞ്ഞൊരു വാക്ക് ഖുർആനിൽ അല്ലാഹു പ്രിയമുള്ളവരെ, അത് നമുക്ക് വലിയ ഉണർവുണ്ടെന്ന്. എന്താ പറഞ്ഞ മൂസാ നബി അലൈഹി ഇസ്ലാം? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദി. ഇല്ല, ഒരിക്കലുമില്ല, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് എന്റെ റബ്ബ്, ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം, അതിനിടയിൽ വേറെ ആരില്ല. അത്രയും ബന്ധമാണ്. ഒരു ഹദീത്ത് സൂചിപ്പിക്കാനിടയിൽ മഹാന സഹാബി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, സഹാബി ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു ഉപ്പയാണ്. സഹാബി എല്ലാം അറിയപ്പെട്ട സഹാബി എന്നല്ല, ഇൽമിലോ അതുപോലെ തന്നെ യോദ്ധാവായിട്ടോ ഇൽമിലോ സമ്പത്തിലോ കുടുംബത്തിലോ ഒന്നും ഇല്ല അറിയപ്പെട്ട ആളല്ല, സാദാ സഹാബിയാണ്. ഉഹദിൽ യുദ്ധത്തിന് പോകുന്ന തലേന്ന് മകൻ ജാബിറിന്റെ അടുത്തേക്ക് വിളിച്ച് ഉപദേശിച്ചു, മകൻ, ഞാൻ നാളെ യുദ്ധത്തിന് പോവാണ്, ഞാൻ വയസ്സായിട്ടുണ്ട്, വൃദ്ധനാണ്, ഞാൻ മനസ്സിലാക്കുന്നു നാളെ ഉഹദ് യുദ്ധത്തിൽ ഞാനായിരിക്കും ആദ്യം ഷഹീദാകുന്ന ആള്. ഞാൻ ഷഹീദായാല് എന്റെ പെൺമക്കളെ നീ നോക്കണം, 9 സഹോദരിമാരുണ്ട് നിനക്ക്, ഓളത്തിന്റെ ബാലിഞ്ച തുക കടബാധ്യത എനിക്കുണ്ട്, നീ അത് വീട്ടണം. അങ്ങനെ പിറ്റേന്ന് യുദ്ധത്തിന് പോയി ഷഹീദായി. ചുരുക്കി വരിക സംഭവം, യുദ്ധത്തിന് പോയി ഷഹീദായി.
ജാബിർ റളിയല്ലാഹു അൻഹു വലിയ നിരാശനായി. കാരണം 9 ചെറിയ സഹോദരിമാരെ ബാക്കി വെച്ചിട്ടുണ്ട്, വലിയ കടബാധ്യതയെ ബാക്കി വെച്ചിട്ടുണ്ട് പിതാവ്. പിറ്റേന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു കണ്ടു, എന്തെങ്കിലും പ്രയാസപ്പെട്ടിരിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അല്ലാഹുവിന്റെ റസൂലെ അറിയില്ല, എന്റെ ഉപ്പ ഇന്നലെ ഷഹീദായി, കുറെ പെൺമക്കളെയും ബാക്കിയാക്കിയിട്ടുണ്ട്, വലിയ കടബാധ്യതയും ബാക്കിയാക്കിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു, ജാബിർ, നിന്റെ ഉപ്പ ഇന്നലെ ആഖിറത്തിൽ ചെന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയ രംഗമുണ്ട്, അള്ളാഹുവിനോട് സംസാരിച്ച രംഗം എന്നിട്ട് പറഞ്ഞു തരട്ടെ. ആ റസൂൽ പറഞ്ഞു. റസൂൽ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. അള്ളാഹിനോട് റസൂലിനോട് പോലും മറയുടെ പിറകിൽ നിന്നാണ് സംസാരിച്ചത്. അള്ളാഹു നേരിട്ട് ഒരാളോടും സംസാരിച്ചിട്ടില്ല. ഇല്ല അബാക്ക, നിന്റെ പിതാവ് ഒഴിച്ച്. അള്ളാഹു നേരിട്ട് സംസാരിച്ച ഒരേ ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. നേരിട്ട് അള്ളാഹു സംസാരിച്ചു. കിഫാഅൻ, ഒരു മറയുമില്ലാതെ, ഒരു വാസിതയുമില്ലാതെ, ഒരു ഇടയാളനുമില്ലാതെ അള്ളാഹു സംസാരിച്ച വ്യക്തി. ബർസഖിലാണ്, ദുനിയാവിൽ ഉണ്ടാവുക. എന്താ സംസാരിച്ച അള്ളാഹ് ചോദിച്ചാലോ, തമന്ന അലയ്യ ഉഅ്തിക്, നീ എന്തുവാണെങ്കിലും ചോദിച്ചോ, നിനക്ക് നൽകാം. സഹാബത്തെ ചോദിച്ചറിയോ, അള്ളാഹുവെ, എന്നെ നീ ദുനിയാവിലേക്ക് ഒന്നും കൂടി തിരിച്ചയക്കണം, എന്നിട്ട് ഒരിക്കൽ കൂടി എനിക്ക് നിന്റെ മാർഗത്തിൽ ഷഹീദാകണം. അള്ളാഹു പറഞ്ഞു, ഇല്ല, ഇങ്ങോട്ടേക്ക് വന്നാൽ തിരിച്ച് ദുനിയാവിലേക്ക് ഒരു മടക്കമില്ല എന്നുള്ളത് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അപ്പൊ സഹാബി പറഞ്ഞു, അള്ളാഹു എങ്കിൽ ഞാൻ ഇത്രയും സന്തോഷത്തിലുള്ള അവസ്ഥയിലാണ് നിന്റെ കുടുംബക്കാരെ, ഞാൻ ബാക്കിയാക്കിയ ആൾക്കാരെ നീ അറിയിക്കണം. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ആയത്തിറങ്ങി, പ്രവാചകരെ, നിങ്ങളിൽ നിന്ന് ഷഹീദാക്കപ്പെട്ടവർ, കൊല്ലപ്പെട്ടവർ, അവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ ധരിക്കരുത്, അള്ളാഹുവിന്റെ അടുക്കൽ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. ജാബിർ അള്ളാഹുവിന്റെ ഉപ്പാന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആരാണെങ്കിലും, സമൂഹത്തില് ആരാണെങ്കിലും, എല്ലാവരും തള്ളപ്പെട്ടവരായിരിക്കാം, ആരും പരിഗണിക്കാത്തവരായിരിക്കാം, സമ്പത്ത് കൊണ്ടോ എന്തോ സൗന്ദര്യം കൊണ്ടോ എല്ലാം പിറകിലായിരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ റബ്ബുമായിട്ടൊരു ബന്ധമാണ്, അള്ളാഹുമായിട്ടൊരു ബന്ധമാണ്. അതിന്റെ ഇടയിൽ മറ്റൊരാളുടെ ആവശ്യം നമുക്കില്ല. ഞാനും എന്റെ റബ്ബ് എന്ന രീതിയിലാണ്. അത് പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീത്ത്, രണ്ടാമത്തെ ഭാഗം ഹദീത്തിന്റെ, യബ്ന ആദം, അള്ളാഹു വിളിക്കണം ആദമിന്റെ സന്തതികളെ, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, നിന്റെ പാപഭാരങ്ങൾ ആകാശം മുട്ടയുണ്ടെങ്കിലും ശരി, അത്രയും പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ഉമ്മസ്തഗ്ഫർതനി, പിന്നെ നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്തു, ഗഫർതു ലക അലാ മാ കാന ഫീക്, ആ പാപങ്ങളൊക്കെ ഞാൻ നിനക്ക് മാപ്പാക്കി, ഒരു പ്രശ്നം എനിക്കില്ല. മൂന്നാമത്തത് അല്ലാഹു പറയാണ്, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, നീ എന്റെ അടുക്കിലേക്ക് വരുമ്പോ ഭൂമി നിറയെ പാപഭാരവുമായിട്ടാണ് നീ എന്റെ അടുക്കിലേക്ക് വന്നത്. സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ശൈഅ, പിന്നെ എന്നിൽ ഒന്നിനും ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിന്റെ അടുക്കിലേക്ക് വരും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഹദീസിന്റെ ഭാഗം. അത്രയും തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് പോകാൻ, ശിർക്ക് ചെയ്യാത്ത മുവഹിദായിട്ട് അള്ളാഹുവിലൂടെ റബ്ബേ ചെയ്തു പോയി, സാഹചര്യത്തിൽ അടിമപ്പെട്ട് ഞാൻ ചെയ്തു പോയി, റബ്ബ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഖേദിച്ച് മടങ്ങിയാൽ പ്രിയമുള്ളവർ അള്ളാഹു സ്വീകരിക്കുന്നത് യാതൊരു സംശയമില്ല. അതിലൊരു സംശയവും വേണ്ട. എത്ര വലിയ തോന്നിവാസമായിട്ട് ജീവിച്ചതാണെങ്കിലും പ്രിയമുള്ളവരെ, നമ്മൾ അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരിക്കലും അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകരുത്. പിശാചിന്റെ പ്രേരണയിൽപ്പെട്ട് തൗബയെ പിന്തിപ്പിക്കുകയും ചെയ്യുന്നത്. തൗബക്ക് 4 ഷർത്താണ്. ഈ 4 ഷർത്തോടു കൂടി വേണം നമ്മൾ തൗബ ചെയ്യാൻ. ഒന്ന്, നമ്മൾ ചെയ്ത കാര്യത്തിൽ ഖേദിക്കുക, അതിയായ ഖേദപ്രകടനം നടത്തുക. റബ്ബേ, സംഭവിച്ചു പോയി, അള്ളാഹുവെ സംഭവിച്ചു, സംസാരിക്കണം, അള്ളാഹുവെ സംസാരിക്കണം, ഇത്രയും ബന്ധമാണല്ലേ. റബ്ബെ, സംഭവിച്ചു, എന്റെ ജീവിതത്തിൽ ഞാൻ ആ സാഹചര്യത്തിൽ ചെയ്തു പോയി റബ്ബെ, എനിക്കറിയാം ഹറാമാണെന്നറിയാം, തെറ്റാണെന്നറിയാം, പക്ഷെ എന്റെ ജീവിതത്തിൽ അള്ളാഹുവെ സംഭവിച്ചു പോയി, ഞാൻ ഖേദിക്കും, ഖേദപ്രകടനം. രണ്ടാമത്തത്, ഇനി ഒരിക്കലും അത് ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യും. ഇല്ല, ഇനി അങ്ങോട്ടേക്കൊരു മടക്കമില്ല. ആ ബന്ധത്തിലേക്കോ, ആ കൂട്ടുകാരിലേക്കോ, ആ ഹറാമിലേക്കോ, ആ ചെയ്തികളിലേക്കോ, ആ സ്ഥലത്തേക്കോ ഞാൻ മടങ്ങൂല. ദൃഢനിശ്ചയം ചെയ്യുക. മൂന്നാമത്തത്,
ചെയ്തു വരുന്ന ആ ഹറാമ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ചെയ്തു വരുന്ന കാര്യം പൂർണ്ണമായിട്ടും അവിടെ സ്റ്റോപ്പ് ചെയ്യുക, ഒഴിവാക്കുക. ഇത് 3 അള്ളാഹുമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ചെയ്തതാണ്. 4 നമ്മൾ പരസ്പരം അടിമകൾ പരസ്പരം ചെയ്തതാണെങ്കിൽ, നമ്മൾ സഹജീവികളോട് മനുഷ്യന്മാരോട് പരസ്പരം ചെയ്ത എന്തെങ്കിലും കാര്യത്തിലാണ് തൗബ ചെയ്യുന്നതെങ്കിൽ ആദ്യം അവനെ ചെന്ന് കാണണം, എന്നിട്ട് അവനോട് മാപ്പ് ചോദിക്കണം, പൊരുത്തപ്പെടിക്കണം. നമ്മൾ ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടാവും, ഉപദ്രവിച്ചിട്ടുണ്ടാവും, മോഷ്ടിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്ബത്ത് ഓർത്തിട്ടുണ്ടാവും. അവനെ ചെന്ന് കണ്ട് അവനോട് പൊരുത്തപ്പെടിച്ച് എന്നിട്ട് തൗബ ചെയ്യാം. ഈ 4 ഷർത്തുകൾ, നിബന്ധനകൾ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? തൗബ വളരെ എളുപ്പമുള്ള അമലാണ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഖേദപ്രകടനം നടത്തി ഇനി അങ്ങോട്ടൊരിക്കലും തിരിച്ചു പോകൂല ദൃഢനിശ്ചയം ചെയ്ത് ചെയ്യുന്ന കാര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കി റബ്ബേ എന്നൊരു വിളി വിളിച്ചാൽ പ്രിയമുള്ളവരെ നമ്മുടെ മുടി എന്താവും പോയി ഒരിക്കലും തട്ടിക്കളയുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യനാണ്, ലജ്ജയുള്ളവനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. ഒരടിമ 2 കൈകളും അള്ളാഹുവിലേക്ക് നീട്ടിയാൽ ഒന്നും കൊടുക്കാതെ ആ കൈയെ തട്ടിക്കളയുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു. ഒരിക്കലും സംഭവിക്കില്ല. അള്ളാഹു സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, മടങ്ങാൻ നമുക്ക് അവസരമാണ്. നമ്മളെ കഴിഞ്ഞ ജീവിതമൊക്കെ മറക്കാം, എല്ലാം ഒഴിവാക്കുക, ആ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കുക. പുതിയൊരു ജീവിതത്തിലേക്ക് ഒരാൾക്ക് അള്ളാഹുടെ ഏറ്റുപറയും. നമ്മുടെ കൂട്ടുകാരനായിട്ട് നമുക്ക് രാത്രിയുടെ ഇരുളിൽ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ അള്ളാഹുവോട് സംസാരിക്കണം, നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ അതിൽ ഒരു ആനന്ദം പ്രിയമുള്ളവരെ കണ്ടെത്തണം. മഹാനായ സഹാബി ജുലൈബീബ് റളിയല്ലാഹു അൻഹു, നമുക്കൊരു ധാരണയുണ്ട് പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ കോളേജ് കുട്ടികൾ കളിച്ചും ചിരിച്ചും ആയുസ് തീർക്കും. വേറെ കുറെ ആൾക്കാർ ദീൻ പഠിച്ചിട്ട് അവരുടെ മാത്രമല്ല കുറെ അള്ളവാരങ്ങൾ, അവർക്ക് മാത്രം അള്ളാഹും ദീൻ, നമുക്കതൊന്നുമില്ല, നമുക്ക് അള്ളാഹിന്റെ യാതൊരു ബന്ധമില്ല, അള്ളാഹ് നമ്മളെ പരിഗണിക്കുന്നില്ല. ഇല്ല, അത് പിശാച് ഉണ്ടാക്കുന്ന ധാരണയാണ്. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹായിട്ട് ബന്ധമാണ്. ദുനിയാവിന്റെ ഏത് മേഖലയിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ റബ്ബാണ്. എനിക്ക് എന്റെ റബ്ബുണ്ട് എന്ന് പറയാൻ നമുക്കൊന്ന് കഴിയണം. നമുക്ക് ആ റബ്ബ് നമ്മളതായിട്ട് തോന്നണം. ഏത് മേഖലയിലാണെങ്കിലും, നിങ്ങളിപ്പോ പല മേഖലയിൽ പഠിക്കുന്ന ഒരു ജോലി എന്നൊക്കെയാണ് പ്രിയമുള്ളവർ, ആ മേഖലയായിരിക്കും എനിക്ക് എന്റെ റബ്ബുണ്ട് എന്ന് നിങ്ങൾ ബോധം ഉണ്ടാകണം. നിങ്ങൾ ജുലൈബീബ് റളിയല്ലാഹു അൻഹു ദരിദ്രനാണ്, ഫഖീറാണ്, റസൂലിന്റെ വീട്ടിലാണ്, റസൂലിന്റെ പള്ളിയിലാണ് താമസം, കുടുംബക്കാരില്ല, വിരൂപിയാണ്. കാണുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ കണ്ടാൽ പേടിക്കും, അത്രയും വിരൂപിയാണ്. കുടുംബമില്ല, പൈസയില്ല, ഒന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചോദിക്കും, അലാ തതസവ്വജു യാ ജുലൈബീബ്, ജുലൈബീബ് നീ വിവാഹം കഴിക്കുന്നില്ലേ? തിരിച്ചു ചോദിക്കും, അല്ലാഹുവിന്റെ റസൂലെ, മൻ യുസവ്വിജുനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, ഈ ജുലൈബീബ് ആരാണ് കെട്ടിച്ചത്, ആരാണ് വിവാഹം ചെയ്തത്? സമ്പത്തും ഇല്ല, കുടുംബവും ഇല്ല, സൗന്ദര്യമില്ല. സാദാ സീദ ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് വിവാഹം അന്വേഷിക്കാൻ പറഞ്ഞു. സഹാബി ചെന്നു, റസൂൽ പറഞ്ഞതാണ്, എനിക്ക് നിങ്ങളെ മകളെ വിവാഹം കഴിച്ചാൽ. ആ ഉപ്പയും ഉമ്മയും എതിർത്തു. പക്ഷെ ആ മകള് റസൂൽ അയച്ച ആളാണ്, തട്ടിക്കളയാൻ പാടില്ല. വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ശേഷം യുദ്ധത്തിന് പുറപ്പെട്ടു. സഹാബി യുദ്ധത്തിന് പോയി, യുദ്ധത്തിൽ ഷഹീദായി. യുദ്ധം കഴിഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാ നഷ്ടപ്പെട്ടത്, ആരൊക്കെയാണ് മരണപ്പെട്ടത്? സഹാബാക്കൾ ഇങ്ങനെ എണ്ണി ഓരോ പേരുകൾ പറഞ്ഞു. റസൂൽ വീണ്ടും ചോദിച്ചു, സഹാബാക്കൾ വീണ്ടും കുറെ പേര് പറഞ്ഞു. 3ാമത് ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഇനി ആരും നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മളെല്ലാവരെയും കണ്ടു, ബാക്കിയുള്ള ആരും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ സഹാബാക്കൾ പറഞ്ഞൊരു വാക്കെന്ന് പ്രിയമുള്ളവർ, റസൂൽ പറഞ്ഞു, അഫ്കിദു ഹബീബി ജുലൈബീബ്, എന്റെ പ്രിയപ്പെട്ടവൻ ജുലൈബീബ് എനിക്ക് നഷ്ടപ്പെട്ടു. സഹാബാക്കൾക്ക് എണ്ണുണ്ടായിട്ടില്ല, സഹാബാക്കൾ കൂട്ടിയിട്ടില്ല. സാധാ സീത ആരും അറിയാത്ത മൂലയ്ക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സഹാബിയാണ്. പക്ഷെ പ്രിയമുള്ളവരെ, അള്ളാഹ്ക്കും അള്ളാഹുന്റെ റസൂലിനും അദ്ദേഹത്തിന്റെ സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മൾ ദുനിയാവിന്റെ ഏത് മേഖലയിൽ ജീവിക്കുന്നതാണെങ്കിലും അള്ളാഹിന്റെ ഒരു സ്ഥാനമാണ്. അതുണ്ടായാൽ മതി. ദുനിയാവിൽ നമ്മളെ പുറകെ ദുനിയാവും അതിന്റെ ആൾക്കാരും അതിന്റെ പളവളൊക്കെ നമ്മളെ പിറകെ വരും. നമുക്ക് അള്ളാഹിന്റെ ഒരു സ്ഥാനം ഉണ്ട്. ഇപ്പൊ ഞാൻ ഇത് പഠിക്കുകയാണ്, ഈ ആൾക്കൂട്ടത്തിന്റെ ഈ ഫിത്നകൾക്കിടയിൽ ഞാൻ പഠിക്കുന്നത്. എന്റെ ജീവിതത്തിൽ കുറെ തെറ്റുകൾ സംഭവിച്ചു, അതുകൊണ്ട് എനിക്ക് അള്ളാഹായിട്ട് ബന്ധമില്ല, എനിക്ക് അങ്ങനെ ആകാൻ കഴിയില്ല. അങ്ങനത്തെ ചിന്ത ഒന്നും വേണ്ട. അതൊക്കെ പിശാച് ഉണ്ടാക്കി തരുന്ന ചിന്തയാണ്. നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ റബ്ബുണ്ട്, എനിക്ക് എന്റെ റബ്ബുണ്ട്. ആ റബ്ബുമായിട്ട് എന്റെ ബന്ധത്തിൽ 3ാമതൊരാൾക്ക് അറിയുന്നില്ല, എന്റെ കൂടെ കിടക്കുന്ന എന്റെ ഭാര്യക്ക് അറിയുന്നില്ല,
എന്റെ കൂടെ കളിച്ചും ചിരിച്ചും നടക്കുന്ന എന്റെ കൂട്ടുകാരറിയുന്നില്ല ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം. ആ രീതിയിൽ പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹുമായിട്ട് ബന്ധമുണ്ടാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ള സഹാബാക്കൾ എണ്ണത്ത് കൂട്ടിയിട്ടില്ല. അദ്ദേഹം നഷ്ടപ്പെട്ടിരുന്നോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചൊന്നും ആരും നോക്കിയില്ല. പക്ഷെ റസൂൽ പറഞ്ഞു എന്റെ ഹബീബ് ജുലൈബീബ് എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ സഹാബാക്കൾ നോക്കുന്ന ആ ജുലൈബ് മരണപ്പെട്ടിട്ടുണ്ട്, ജുലൈബ് എന്നുള്ള കൂട്ടത്തിലില്ല. ആ രീതിയിൽ പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹുമായിട്ട് ബന്ധമാണ്. തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങി അതിനുള്ള അവസരമാണ് റമദാൻ മാസം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ പെട്ടെന്ന് നിർത്താം, ദീർഘിപ്പിക്കുന്നില്ല, കൂട്ടിയുടെ സമയമല്ല. ഒരു ഹദീത്ത് കൂടി, നമ്മൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. നമുക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കും. പക്ഷെ നമുക്ക് ആവശ്യം കുറേ സംസാരിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എന്റെ ഒരു ഭാഗം മാത്രം സൂചിപ്പിച്ചിറങ്ങും മുമ്പിൽ. ആഖിറത്തിലേക്ക് ഉപകാരമുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കും. അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന, ആഖിറത്തെ പറ്റി ചർച്ച ചെയ്യുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മുറുക്കെ പിടിച്ചോളണം, വിടാൻ പാടില്ല. നാളെ ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടാണ് അവർ. അതല്ല ദുനിയാവിന്റെ കാര്യം മാത്രം, കളിയും ചിരിയും തമാശയും. ഇതുപോലെ ഞാൻ എപ്പോഴും കാനങ്ങാടുന്ന് രാവിലെ മഞ്ചേശ്വരത്തേക്ക് വരുന്ന ട്രെയിൻ, ആ ട്രെയിനാണ് നിങ്ങൾ കോളേജൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ വരുന്നത്. കുട്ടികൾ ഇങ്ങനെ രാവിലെ വന്ന് കളിച്ചും ചിരിച്ചും ആർഭാദിച്ചും വേണ്ടാത്ത പല രീതിയിലുള്ള തമാശകൾ ഇങ്ങനെ ജീവിതം കളയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതം അങ്ങനെ കളയാനുള്ളതല്ല. കളിയിലും ചിരിയിലും തമാശയിലും തീർക്കേണ്ടതല്ല. നല്ല കൂട്ടുകാർ, അള്ളാഹിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന കൂട്ടുകാരൻ പിടിക്കുക, അല്ലാത്ത കൂട്ടുകാരെ ഒഴിവാക്കുക. ദുനിയാവിൽ ഉപകാരമില്ല, ആഖിറത്തിൽ ഉപകാരമില്ല, എല്ലാത്തിനും ഒഴിവാക്കുക. നല്ല കൂട്ടുകാരൻ വിഷയം കുറെ സംസാരിക്കാനുണ്ട്. പിന്നെ ഒരു ദിവസം ആ വിഷയം നമുക്ക് സംസാരിക്കാം. നമ്മുടെ കൂട്ടുകാരായിരിക്കണം, ആരുമായിട്ടിരിക്കണം നമ്മൾ ബന്ധം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ടതും പറഞ്ഞതൊക്കെ അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന്റെ മുമ്പ്, റമദാൻ കഴിയുന്നതിന്റെ മുമ്പ് നസൂഹായ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്റിന്റെ സമയം, നോമ്പ് മുറിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയമാണ്. അവരിൽ ഒരാളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.